നമ്മുടെ മക്കളുടെ പ്രിയപ്പെട്ട മക്കളുടെ റിസൾട്ട് അറിയുന്ന സമയമാണല്ലോ. പ്രത്യേകിച്ച് SSLC പോലെയുള്ള പരീക്ഷകളുടെ റിസൾട്ട് അറിയുന്ന സമയം. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട കുസുമങ്ങളാകുന്ന മക്കൾ, ആ മക്കളുടെ റിസൾട്ട് അറിയുമ്പോൾ ഒരു ഗ്രേഡിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു A+ന്റെ പേരിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രേഡിന്റെ പേരിൽ മക്കളെ ശകാരിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കളുണ്ടെങ്കിൽ വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. വാസ്തവത്തിൽ അവർ ത്യാഗം ചെയ്ത് പഠിച്ച് വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് ഒരു പക്ഷേ അവർ ഉദ്ദേശിച്ച മാർക്ക് ലഭിച്ചില്ല എങ്കിൽ, നിങ്ങൾ അവരെ ആ സമയത്ത് ചേർത്ത് നിർത്തിയില്ല എങ്കിൽ, മരണം വരെ നിങ്ങളുടെ മൂർച്ചയുള്ള വാക്കുകൾ അവരുടെ ഭാസുരമായ ഭാവിയെ ബാധിക്കുമെന്ന് മാത്രമല്ല, അവരുടെ മുന്നോട്ടുള്ള ഗമനത്തെ ബാധിക്കുമെന്ന് മാത്രമല്ല, ഭൗതികമായ രംഗങ്ങളിൽ അവർ ശോഭിക്കുകയില്ല എന്ന് മാത്രമല്ല, ആത്മീയ രംഗങ്ങളിൽ പോലും നിങ്ങളുടെ വാക്കുകൾ ഒരു പക്ഷേ അവരെ തകർച്ചയിലേക്ക് നയിച്ചേക്കാം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു മകൻ ഒരു മകൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് SSLC ആയിരുന്നാലും +2 ആയിരുന്നാലും ഏതൊക്കെ കാറ്റഗറിയിലുള്ള പഠനമായിരുന്നാലും ഏതൊക്കെ സംവിധാനത്തിന്റെ റിസൾട്ട് ആയിരുന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ അതിനെ വലിയ ഹൈലൈറ്റ് ചെയ്ത് ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയ്ക്കുള്ളൊരു വിഷയം പോലെ, എന്തോ വലിയ പൊട്ടിത്തെറി നടക്കാൻ പോകുന്നത് പോലെ, എന്തോ വലിയ വിസ്ഫോടനം നടക്കാൻ പോകുന്നത് പോലെ പ്രിയപ്പെട്ട മക്കളെ ശ്വാസം മുട്ടിച്ച് ആ ഒരു നിമിഷം വളരെ ഗൗരവത്തിൽ അവര് എന്താ സംഭവിക്കുക എന്ന് ഇങ്ങനെ വല്ലാത്തൊരു തീഷ്ണമായ അവസ്ഥയിലിരിക്കുമ്പോൾ ഒരു പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ അവര് മാനസികമായി തകർന്നു പോയാൽ, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ വിഷമങ്ങളിൽ, മക്കളുടെ പ്രയാസങ്ങളിൽ, അവരുടെ ബുദ്ധിമുട്ടുകളിൽ, അവരുടെ നിരാശകളിൽ നിങ്ങളുടെ നെഞ്ചകമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സ്വാന്തനവും സമാധാനവും കിട്ടുന്നത്. നിങ്ങൾ അവരെ ചേർത്ത് നിർത്തുമ്പോഴാ, മോനെ കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ് ഇത്രയും നല്ല മാർക്കുണ്ടല്ലോ, അൽഹംദുലില്ലാഹ് ഇത്രയും നല്ല മാർക്കുണ്ടല്ലോ, അൽഹംദുലില്ലാഹ് പടച്ചവർ തന്നല്ലോ, ഒരു കുഴപ്പവുമില്ല, നമുക്ക് അടുത്ത ടൈമിൽ നോക്കാം, നമുക്ക് അടുത്ത പരീക്ഷയിൽ നോക്കാം, ഒരു വിഷയവുമില്ല. എത്രയോ ആളുകൾ ഒരു മാർക്കും കിട്ടാതെ അല്ലെങ്കിൽ തോൽവിയിലൂടെ കടന്നുപോയവരുണ്ട്, അല്ലെങ്കിൽ ഒരു പ്ലസും കിട്ടാത്തവരുണ്ട്, ഒരു ഗ്രേഡും കിട്ടാത്തവരുണ്ട്, ഇന്ന് വരെ വേണ്ടതുപോലെ പഠിക്കാൻ കഴിയാത്തവരുണ്ട്. അള്ളാഹു നമുക്ക് തന്നല്ലോ, മോനെ മോളെ നമുക്ക് ഒരുപാട് ഉയരങ്ങളിലെത്താം, ഇതൊരു തുടക്കം മാത്രമാ. ഇങ്ങനെ പറഞ്ഞ് പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് നിർത്തി അവരെ സ്വാതന്ത്ര്യ വാക്കുകൾ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകൽ ഓരോ സ്നേഹമുള്ള, ബോധമുള്ള, തന്റേടമുള്ള, വിവേകമുള്ള, ഉത്സാഹമുള്ള, മക്കളുടെ ആത്മാർത്ഥമായ സ്നേഹമുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അനിവാര്യമാണെന്ന് കൂടി ഞാൻ ഇത്തരണത്തിൽ പറയുകയാ. പടച്ചതമ്പുരാൻ രണ്ട് വിദ്യാഭ്യാസവുമുള്ള, നല്ല ബുദ്ധിയുള്ള, നല്ല തന്റേടമുള്ള, ഉത്സാഹമുള്ള, രണ്ട് ലോകത്തിലും ഗുണമുള്ള ഖുർറത്തഈനുകളായ, കണ്ണിന് കുളിർമയുള്ള മക്കളാക്കി പടച്ച റബ്ബുൽ ഇസ്സത്തായ നാഥൻ നമ്മുടെ മക്കളെയാക്കി തെരുമാറാകട്ടെ.